കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. ഞാനിപ്പോ ഈ പാട്ട് പാടിയപ്പോൾ തന്നെ എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, വേടൻ ഇഷ്യൂ. ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എവിടെ നോക്കിയാലും വേടൻ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമുക്ക് കാണാം. സംഭവം എന്താണ് ഞാൻ ഒന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിശദീകരിച്ചല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ അറിയാം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ് വേടൻ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കും, എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയാവൂ. അപ്പം നിങ്ങളിതെല്ലാം ഇരുന്നും കേൾക്കണം, അത്രേ ഉള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വേടനെ ആദ്യം അറിഞ്ഞു. വേടൻ എന്നത് ആരാണെന്ന് പോലും എനിക്ക് ആദ്യം അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഈ വേടനെ അറിയുന്നതെന്ന് പറയുന്നത് മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രമൊന്നും അറിയില്ലടാ ആ പാട്ടിലൂടെയാണ് ഞാൻ അറിയണത്. അപ്പം ഈ പാട്ട് ഒരു ഭയങ്കര ബീറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പം ഞാൻ ഈ പാട്ട് എന്നും ഇട്ട് പൗഡറൊക്കെ നിലത്തിട്ട് ഡാൻസ് കളിച്ചങ്ങ് മറിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ ഡാൻസൊക്കെ നിന്ന് പതിയെ ആ ഒരു പാട്ടൊക്കെ വന്ന് ട്രെൻഡിങ്ങിൽ നിന്ന് മാറിയ സമയത്താണ് പിന്നെ ഷോർട്സിന് മൊത്തം ഈ പാട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത് ആര് പാടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം വേടൻ. അപ്പം ഈ വേടൻ ആരാന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് വേടൻ ആരെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് കയറി എന്നാൽ ഒരു മാസ് എൻട്രിയും അതുപോലെ തന്നെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ അദ്ദേഹമാണ് പാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കരുതി കിടക്കുന്ന പുലിനകോ അങ്ങനെ എന്തൊരു സാധനവും അതുപോലെ തന്നെ ആ ഒരു വേടനെന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ ആദ്യം വന്നത്. അത് എല്ലാവരുടെ മൈൻഡിലും അത് തന്നെ എനിക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലഹരി വിരുദ്ധ പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. അതായത് ഒരുപാട് നാട്ടിൽ ഒരുപാട് കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ആക്ടേഴ്സ് ലഹരി ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ലഹരി ഉപയോഗിച്ചു, സിംഗേഴ്സ് ലഹരി ഉപയോഗിച്ചു, അങ്ങനെ ഒരുപാട് ഇത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ദിനം പ്രതി നമ്മൾ ന്യൂസിൽ കാണുന്നതിന് ലഹരി ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചു, കഞ്ചാവ് ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം ആ ഒരു സമയത്ത് ഒരു കേസുകളിലും ആരും ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനിത് ചെയ്യില്ല എന്നാരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഞാനത് ചെയ്തിട്ടില്ല, അവരാണ് ചെയ്തത്, മറ്റവനാണ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വേടൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ വേടൻ പറയുന്നുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആരും ചെയ്യരുത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്ന ആരും ഈ കൊച്ചനിയന്മാരും കൊച്ചനിയത്തിമാരൊന്നും എന്നെ ഫോളോ ചെയ്ത് ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ചെയ്യരുത്, ഞാൻ ഒരു നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് വേടൻ നമുക്ക് പറയുന്ന ക്ലിപ്സൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. അല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വേടൻ എന്ന് പറയുന്ന ആള് ഈ സഹജീവികളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. കാരണം നമ്മൾ ന്യൂസിൻ്റെ ക്ലിപ്പിലൊക്കെ കണ്ടൊരു കാര്യമാണ്, ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് തൻ്റെ വളർത്തുന്നായ ബുദ്ധ എന്നാണ് പേര്. അപ്പോൾ ഈ പട്ടിയോട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ താലോലിക്കുന്നു. അതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഒരു സഹജീവികളോട് സ്നേഹമുള്ളൊരു മനുഷ്യനെ എന്തായാലും മനുഷ്യ സ്നേഹിയായിരിക്കും അദ്ദേഹം. നമ്മൾ വേടൻ എന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ ഇനി ആ തെറ്റ് ആവർത്തിക്കും, ഞാൻ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന് ലഹരി ഉപയോഗിക്കുന്ന പകുതി മുക്കാൽ ആളുകളും പറയുന്നൊരു കാര്യമാണ്. കാരണം ഒരു കേസൊന്നും പറഞ്ഞാൽ അവരെ നിർത്താൻ പോകുന്നില്ല, കാരണം അത്രയ്ക്ക് അഡിക്റ്റഡ് ആയിരിക്കും ഇതിലവർ. പക്ഷേ വേടൻ ചേട്ടൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഞാനത് നിർത്തും, എന്നെ ഫോളോ ചെയ്യുന്ന അനിയന്മാരും അനിയത്തിമാരൊന്നും ചെയ്യരുത്, ഞാൻ നല്ല മനുഷ്യനായി വരും എന്നൊരാൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ തെറ്റ് തിരുത്താൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിന്മ മാത്രം ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നതിനോട് ഞാൻ ഒരു ന്യായമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ വേടൻ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ മാറും, ഞാൻ നല്ലൊരു മനുഷ്യനായി വരും. അപ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യാനായിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഈ വേടനെ ലഹരി ഉപയോഗിച്ചതിന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞാരാധിക എന്നുള്ള നിലയിൽ ഞാനും ഷോക്കായി പോകുക തന്നെയാണ് ചെയ്തായിരുന്നത്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ സമയത്ത് ഞാനത് ചെയ്തിരുന്നു, ഞാൻ എന്തായാലും നല്ലൊരു മനുഷ്യനാവും എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹവും ആരാധനയൊക്കെ കൂടുകയാണ് ചെയ്തത്. എന്തായാലും വേടൻ ഇനിയും ഒരുപാട് അടിപൊളി പാട്ടുകൾ ഇറക്കും, അത് ജനങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും, അംഗീകരിക്കട്ടെ. അപ്പം ഞാൻ വേടൻ്റെയും വേടൻ്റെ പാട്ടുകളുടെയും ഒപ്പം.